വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ആരോപണവും പ്രതിഷേധവും ശക്തമാകുമ്പോൾ അദാനി ഗ്രൂപ്പുമായി അനുബന്ധ കരാർ ഒപ്പിടാൻ സർക്കാർ ഒരുങ്ങുന്നു. മന്ത്രിസഭയിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷമാണ് തുടർ നീക്കം. വിഴിഞ്ഞം കരാർ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യവും കോൺഗ്രസിൽ ശക്തമാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് ഏറെ നിർണായകമാണ്. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അൺഫിലിറ്റ്, ഈ വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണ പ്രത്യാരോപണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ ഈ അദാനി ഗ്രൂപ്പുമായി ഒരു അനുബന്ധ കരാർ അത് വളരെ തിടുക്കത്തിൽ ഒപ്പിടാനുള്ള ഒരു കാരണം എന്താണ്? അത്തരത്തിലുള്ള ഒരു നീക്കം എന്തുകൊണ്ടാകും? മായ, നമുക്കിതിനെ ഒരു തിടുക്കത്തിൽ ഒപ്പിടുന്ന ഒരു നീക്കമെന്ന് ഒരർത്ഥത്തിൽ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം ഒരു എംപവേർഡ് കമ്മിറ്റി വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ വ്യക്തമാക്കിയതാണ് 5 കണ്ടീഷൻസ് കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്ന് ഈ എംപവേർഡ് കമ്മിറ്റി അന്വേഷിക്കും. അതായത് രാജ്യ താല്പര്യത്തിന് ഹനിക്കുന്നത്, രാജ്യ താല്പര്യം പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ MSCക്ക് 49% ഓഹരി വിറ്റഴിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരിലും ഉയരുന്നൊരു ആശങ്ക MSCയുടെ ഒരു കുത്തക അവകാശമായി വിഴിഞ്ഞം തുറമുഖം മാറുമോ, അതായത് മറ്റ് അന്താരാഷ്ട്ര കമ്പനികൾക്ക് വന്നു പോകാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ എത്രത്തോളം ഉണ്ടാകും. ആ രീതിയിലുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഇതൊക്കെ തന്നെ അദാനിയുമായി സംസാരിച്ച് അല്ലെങ്കിൽ അദാനിയുമായി കരാർ വ്യക്തമാക്കിയതിനു ശേഷം മാത്രമേ സർക്കാരിന്റെ അനുമതി കൊടുക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. അത് പഠിക്കാൻ വേണ്ടിയാണ് ഒരു എംപവേർഡ് കമ്മിറ്റി, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയെ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ സർക്കാരിന്റെ ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത്. പ്രതിപക്ഷത്തു നിന്ന് മുഖ്യമന്ത്രി VD സതീശനും അദാനിയുമായുള്ള ഒരു ഡീൽ എന്നൊരു ആരോപണം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇപ്പോൾ പരസ്യമായി തന്നെ അദ്ദേഹം വ്യക്തമായി തന്നെ അങ്ങനെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ്. മറുഭാഗത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനമെടുത്താൽ മതി. അപ്പോൾ ഈ രണ്ട് രീതിയിൽ പാർട്ടിക്കുള്ളിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു സമ്മർദ്ദം ശക്തമാകുമ്പോഴാണ് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ സർക്കാർ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സപ്ലിമെന്ററി കരാർ അഥവാ ഒരു അനുബന്ധ കരാർ, നിലവിൽ അദാനിയുമായുള്ള ഒരു കരാറിന് പുറമെ ഒരു സപ്ലിമെന്ററി കരാർ. അതായത് നമുക്കറിയാം, ഇത് മുമ്പും അദാനിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു സപ്ലിമെന്ററി കരാർ ഉണ്ടാക്കുകയും പിന്നീട് പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ അത് ഒപ്പിടുകയും ചെയ്തു. അത് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് സപ്ലിമെന്ററി കരാർ. പിന്നീട് ആദ്യം ഉണ്ടാകുന്ന കരാറിൽ ചില വ്യക്തതകൾ വരുത്താനായി വീണ്ടും ഒരു ഉപകരാർ എന്ന രീതിയിൽ അനുബന്ധ കരാർ ഉണ്ടാക്കാറുണ്ട്. അതേ രീതിയിൽ ഇപ്പോൾ അദാനി പറയുന്നത് നിർമ്മാണം പൂർത്തിയായി 1 വർഷം കഴിയുമ്പോൾ കമ്പനി ഉടമകൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഷെയർ മറ്റൊരു കമ്പനിക്ക് വിൽക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം അതൊക്കെ തന്നെ കരാറിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോഴും സർക്കാർ വാദിക്കുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിക്കുന്നത് 25% അപ്പുറത്തേക്ക് വിൽക്കാൻ പാടില്ല. അങ്ങനെ 25% അപ്പുറത്തേക്ക് വിൽക്കുകയാണെങ്കിൽ അതിനകത്ത് അത് കരാറിന്റെ ലംഘനമാണ് എന്നാണ് ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഒരു ആശയക്കുഴപ്പം വ്യക്തതയും വരാനുണ്ട്. മാത്രമല്ല വലിയ രീതിയിൽ ആശങ്കയും ഉണ്ടാകുന്നുണ്ട്. ഈ രീതിയിൽ ഒരു വിദേശ കമ്പനിയാണ് വരുന്നത്. വിദേശ കമ്പനിക്ക് ഓഹരി മാറുമ്പോൾ അത് ഓണർഷിപ്പ് ചേഞ്ച് ആവുകയാണ്. അദാനിയായിരുന്നു നമ്മുടെ ഓണറെങ്കിൽ ആ ഓണർഷിപ്പ് MSCയിലേക്ക് മാറുന്ന രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു സപ്ലിമെന്ററി കരാർ അഥവാ ഒരു അനുബന്ധ കരാർ ഉണ്ടാക്കിയാൽ പ്രതിപക്ഷത്തിന് മറുപടി നൽകാനാകും. ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ വരുന്ന ആശങ്കയ്ക്കും ചോദ്യങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയും. അതുകൊണ്ടാണ് ആ രീതിയിലൊരു നീക്കം സർക്കാർ നടത്തുന്നത്. പക്ഷെ അപ്പോൾ നടത്തുമ്പോഴും ഈ എംപവേർഡ് കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ കൂടി ഒരുപക്ഷെ ആ റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു ശുപാർശ കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സർക്കാർ തീരുമാനിക്കുക. എന്തായാലും ബുധനാഴ്ച മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഇതൊരു പ്രധാന വിഷയമായി അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെയും ഈ അദാനിയും MSCയുമായുള്ള കരാറിൽ ഒരു സമഗ്രമായ പഠനം നടത്തും. MSC ഇതിനോടകം തന്നെ കത്തും ഒപ്പം തന്നെ വിശദീകരണ കുറിപ്പും ഒക്കെ അയച്ചിട്ടുണ്ട്. അതൊരു വാക്കാലുള്ളൊരു ഇത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതൊരു എഗ്രിമെന്റായി എഴുതുക, അതാണ് ഈ ഉപകരാറുമായി മുന്നോട്ട് പോകാൻ സർക്കാർ ആലോചിക്കുന്നത്. അതോടൊപ്പം മറ്റൊന്ന്, മുഖ്യമന്ത്രി VD സതീശനെ സംബന്ധിച്ച് രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്ന ഒരു സമ്മർദ്ദം ഇത് പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്നാണ്. KPCC അടിയന്തരമായി രാഷ്ട്രീയകാര്യ സമിതി വിളിക്കുകയും പല വിഷയങ്ങൾ വിഴിഞ്ഞം എന്നത് ഊന്നൽ നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു പല വിഷയങ്ങൾ, ഇപ്പോൾ നികുതി ഘടന അടക്കമുള്ള പല വിഷയങ്ങളും മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു. അപ്പോൾ ഏറ്റവും നിർണായക വിഷയങ്ങൾ അങ്ങനെ പാർട്ടിയിൽ തന്നെ ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം KPCC ജനറൽ സെക്രട്ടറി കത്ത് നൽകുക. അതിനപ്പുറത്തേക്ക് മുൻ KPCC അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരസ്യമായി പറഞ്ഞതാണ് വിഴിഞ്ഞം കരാർ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യണം എന്നുള്ളൊരു ആവശ്യം. അപ്പോൾ മുതിർന്ന നേതാക്കളടക്കം ഒരു വിഭാഗം വളരെ ശക്തമായി മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നൊരു ചോദ്യം. കാരണം ഇതിനു മുമ്പ് വലിയ പ്രതിപക്ഷത്തിന് മറുപടിയായി CPMന് മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഈ KPCC ഒരു
മുഖ്യമന്ത്രിയുടെ ഫയലുകൾ ഒരിക്കലും AK സെന്ററിൽ മുമ്പ് കൊണ്ടുപോകുമായിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി കാലത്ത് AK സെന്ററിൽ ഫയലുകൾ നീങ്ങി അങ്ങനെയാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അതുപോലെ ആയിരിക്കില്ല UDF സർക്കാർ. ഒരിക്കലും ഒരു ഫയൽ പോലും KPCCയിൽ കൊണ്ടുവരില്ല എന്ന് അദ്ദേഹം ഉറപ്പൊക്കെ നൽകിയത്. അത് പ്രതിപക്ഷത്തിനുള്ള മറുപടിയായി പറയുമ്പോൾ അതേ മുഖ്യമന്ത്രി തന്നെ സ്വന്തം പാർട്ടിയിൽ നിന്നൊരു ആവശ്യം, ഇത്തരം വിഷയങ്ങൾ പാർട്ടി ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രി VD സതീശൻ എന്ത് നിലപാടെടുക്കും? ഇതൊക്കെ തന്നെയും വളരെ നിർണായകമാണ്. ഇതൊക്കെ തന്നെ പാർട്ടിയിൽ നിന്ന് ഇതൊക്കെ തന്നെയും ഉയരുന്നൊരു ചോദ്യങ്ങളാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, പ്രതിപക്ഷത്ത് നിന്ന് നിയമപരമായ രീതിയിലൊരു ഒരു പോരാട്ടമൊക്കെ വരുമ്പോൾ, പ്രതിഷേധം ഉയരുമ്പോൾ, ആരോപണം ഉയരുമ്പോൾ അതിന് മറുപടി നൽകുക. അതിനപ്പുറത്തേക്ക് ഇത് പാർട്ടിയിലൊക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ അങ്ങ് ഒറ്റയടിക്ക് തീരുമാനം എടുക്കേണ്ട. കാരണം എല്ലാവരും സംശയത്തോടെ നിഴലിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണ്. പ്രധാനപ്പെട്ട ഈ വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ടുള്ള 3 വകുപ്പുകളാണ് തീരുമാനമെടുക്കേണ്ടത്. ഒന്ന് തുറമുഖ വകുപ്പ്, മറ്റൊന്ന് നിയമവകുപ്പ്, മൂന്നാമത്തെ ധനവകുപ്പ്. ഈ 3 വകുപ്പുകളുടെ സെക്രട്ടറിമാരാണ് എംപവേർഡ് കമ്മിറ്റിയുള്ളത്. എന്നാൽ ഈ 3 വകുപ്പും കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ ഈ 3 വകുപ്പുകളുടെയും സെക്രട്ടറിമാരുടെ അവസാന റിപ്പോർട്ടിൽ ഒപ്പിടേണ്ടത് ഒരേ ഒരു വ്യക്തിയാണ്, അത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് തീരുമാനങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ മാത്രമായി മാറുന്ന ഒരു സാഹചര്യം. ഈ ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷത്തു നിന്നും അതേ രീതിയിലൊരു ആരോപണം വരുന്നു. അതുകൊണ്ട് ഇത് പാർട്ടി ചർച്ച ചെയ്തേ മതിയാകുന്നൊരു നിലപാടെടുക്കുമ്പോൾ മുഖ്യമന്ത്രി എന്താകും? അദ്ദേഹം മുട്ടുമടക്കുമോ? ഇതൊക്കെയാണ് ഇനി ഉയരുന്ന ചോദ്യങ്ങൾ. മായ. ശരി, അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഈ വിഷയത്തിൽ വളരെ നിർണായകമാണ്. അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുക, ഒപ്പം തന്നെ ഭരണപക്ഷത്തു നിന്നും പാർട്ടിക്കുള്ളിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്തി എങ്ങനെ അവരെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതൊക്കെ ആയിരിക്കും ഇനി വരും ദിവസങ്ങളിലും ഏറെ നിർണായകമാവുക. എന്തായാലും ഓഹരി കൈമാറ്റത്തിൽ ഈ അദാനി ഗ്രൂപ്പുമായി അനുബന്ധ കരാർ ഒപ്പിടാൻ സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകം. അൻഫ്രിറ്റാണ് വിവരങ്ങൾ നൽകിയത്.